എനിക്കുണ്ടല്ലോ ഈ മക്രോണിയും ചീസും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ എഗ് മക്രോണിയിൽ ചീസൊക്കെ ഇട്ട് കഴിക്കുന്നത്. പെട്ടെന്ന് എങ്ങനെ എഗ് മക്രോണി ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാമല്ലോ. ഞാനിവിടെ 2 കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. അതിനാവശ്യമായ വെള്ളവും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മുന്തിയൊന്നല്ല നല്ലത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചിട്ട് അത് മക്രോണി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നിട്ട് അതൊന്ന് ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നമ്മൾ മക്രോണിയും കൂടി ഇട്ട് കൊടുക്കാം. മക്രോണി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. 10 മിനിറ്റ് കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. 10 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഇതിങ്ങനെ തിളച്ച് ഇതിനിങ്ങനെ പതഞ്ഞ് വരും. എല്ലാ കമ്പനിയുടെ മക്രോണിയിലും സെയിം കുക്കിംഗ് ടൈമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിൽ 10 മിനിറ്റാണ് കേട്ടോ വരുന്നത്. മക്രോണി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയ ശേഷം ആ പാനിൽ തന്നെയാണ് കേട്ടോ മസാല ആക്കുന്നത്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 4 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 3 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ചോപ്പ് ചെയ്തതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഗ്രീൻ ചില്ലി പേസ്റ്റും എല്ലാം കൂടി 1 ടേബിൾ സ്പൂണാണുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പുഴുങ്ങിയ മുട്ട ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേവിച്ച് വെച്ച മക്രോണിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് വേണ്ടത് 1/4 ടീസ്പൂണ് ഗരം മസാലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റി എഗ് മക്രോണി റെഡിയായി. ഇനി ഇതിൻ്റെ കൂടെ ചീസൊക്കെ ഇട്ടിട്ട് കഴിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള കുട്ടി റെസിപ്പീസ് ഞാൻ വരും. അതുവരെ ടാറ്റാ.